ഞാൻ പറഞ്ഞിരുന്നു ഇക്കിഗായ എന്ന പുസ്തകത്തിൽ ചില കഥകൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് കഥയല്ല, അതിനകത്തൊരു കവിത ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒഗീമ എന്ന് പറയുന്ന വില്ലേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒക്കിനാവോയിലെ നോർത്തേൺ പാർട്ടിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ലോകത്തിലെ ഏറ്റവും അധികം സന്തോഷമുള്ള പ്രായമുള്ള ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഒരു സ്ത്രീ 100 വയസ്സ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ആഘോഷമൊക്കെ നടത്തിയപ്പോൾ അവർ പാടിയൊരു പാട്ടാണ്, ഒരു കവിതയാണ്. അത് ഇംഗ്ലീഷിലാണ്, പക്ഷേ ഞാൻ വായിച്ച് മലയാളത്തിലും പറഞ്ഞുതരാം, ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അത് സഹായമായിരിക്കും. അപ്പോൾ അത് സംക്ഷിപ്തം എന്ന് പറയുന്നത് എങ്ങനെ താൻ 100 വയസ്സ് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിച്ചു എന്നാണ് അവർ അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ടു കീപ് ഹെൽത്തി ആൻഡ് ഹാവ് എ ലോങ് ലൈഫ് ഈറ്റ് ജസ്റ്റ് ലിറ്റിൽ ഓഫ് എവറിത്തിങ് വിത്ത് റെലിഷ്. മനസ്സിലായി? ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ആവശ്യത്തിന് അത് 80% സീക്രട്ട് എന്ന് പറയുന്ന കാര്യം. ഭക്ഷണം നല്ലത് കഴിക്കുക, സമയത്ത് കഴിക്കുക, കുറച്ച് കഴിക്കുക എന്നുള്ള പ്രിൻസിപ്പിളാണ് ഒന്നാമതായി പറയുന്നത്. ഗോ ടു ബെഡ് എയർലി, ഗെറ്റ് അപ്പ് എയർലി ആൻഡ് ദെൻ ഗോ ഔട്ട് ഫോർ എ വാക്ക്. നേരത്തെ എഴുന്നേൽക്കുക, നടക്കുക, അല്ലേ? വി ലിവ് ഈച്ച് ഡേ വിത്ത് സെറിനിറ്റി ആൻഡ് വി എൻജോയ് ദ ജേർണി. വെറുതെ ടെൻഷനും സ്ട്രെസ്സും അടിക്കാതെ ഓരോ നിമിഷവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും എൻജോയോടുകൂടി ഓരോ ജീവിതത്തെ നാം കാണുക. ടു കീപ് ഹെൽത്തി ആൻഡ് ഹാവ് എ ലോങ് ലൈഫ് വി ഗെറ്റ് ഓൺ വെൽ വിത്ത് ഓൾ അവർ ഫ്രണ്ട്സ് സ്പ്രിംഗ്, സമ്മർ, ഫോൾ, വിന്റർ. ഏത് സമയത്തും സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുക. തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യമാണ്. സുഹൃത്തുക്കളുമൊത്ത് കമ്മ്യൂണിറ്റിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക. വി ഹാപ്പിലി എൻജോയ് ഓൾ ദ സീസൺസ്. ഏത് സമയത്തും അതിന് യാതൊരു മാറ്റവുമില്ല. സുഹൃത്ത് വലയങ്ങൾ തങ്ങളുടെ കൂടെയുണ്ട്. ദ സീക്രട്ട് ഈസ് ടു നോട്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഹൗ ഓൾ ദ ഫിംഗേഴ്സ് ആർ. നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ ത്വക്ക് ചുളിയും കൈകളൊക്കെ ഒന്ന് ശക്തി കുറയുകയോ വലിപ്പം കുറയുകയോ ചെയ്യും. അതൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. ഫ്രം ദ ഫിംഗേഴ്സ് ടു ദ ഹെഡ് ആൻഡ് ബാക്ക് വൺസ് അഗെയിൻ. ഇഫ് യു കീപ് മൂവിങ് വിത്ത് യുവർ ഫിംഗേഴ്സ് വർക്കിംഗ് 100 years വിൽ കം ടു യു. എന്ന് വെച്ചാൽ നമ്മുടെ പ്രായം കൂടുമ്പോൾ നമ്മുടെ ത്വക്ക് ചുളിയും നമ്മുടെ കൈകളുടെ വലിപ്പം കുറയും. പക്ഷേ നാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നാം നടക്കുക, അല്ലെങ്കിൽ ഓടുക, അതല്ലെങ്കിൽ മൂവ് ചെയ്യുക. ഈ ഒരു ഇക്കിഗായ എന്ന ആശയത്തെ വളരെ മനോഹരമായി അവർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഓൾ ടു ലോങ്വിറ്റി. ദീർഘകാലം സന്തോഷത്തോടെയും ഒപ്പം തന്നെ സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാനുള്ള ഒരു എസൻസാണ് ഇവർ ഈ ലോക്കൽ ഡയലക്റ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ മീനിങ് ആയിട്ട് കാര്യം എനിക്ക് തോന്നി. തീർച്ചയായും ഈ കവിത നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട് വിശ്വസിക്കുകയാണ്. ഇക്കിഗായ എന്ന ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ. ലെറ്റ് us aim for 10x growth through strong habits.